ഹായ്, ആരും ലൈവിലില്ലേ? ഹായ്. വൈകുന്നേരം ഞാൻ അപ്പം ചുട്ട വീഡിയോയ്ക്കിടയിൽ വന്ന കമൻറ്റ് ഞാൻ കണ്ടു. കെട്ടിയോൻ ഉണ്ട തിന്നിരിക്കുമ്പോഴാണോ ചേച്ചി അപ്പം ഉണ്ടാക്കുന്നത്? കെട്ടിയോൻ ഉണ്ട തിന്നിരിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എനിക്കെന്തായാലും എന്താ പറയുക, കോടതിയോട് ഒത്തിരി ബഹുമാനമുണ്ട്. കാരണം നമ്മുടെ സത്യം മനസ്സിലാക്കിയിട്ട് നേരത്തോട് നേരെ ആയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞ അറസ്റ്റിലായി, ജയിലിലാണ്, ഉണ്ട തിന്നാന്ന്. അതിൽ പിന്നെ പല ചാനലുകളും പല രീതിയിൽ വാർത്ത. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് വിശ്വസിക്കണം? നമ്മൾ അനുഭവിക്കുന്നതാണോ സത്യം, അല്ലെ ചാനലുകാർ പറയുന്നതാണോ സത്യം എന്ന് വരെ തോന്നിപ്പോണ്. ഇതിന് പിന്നിലുള്ള അത് ആരാ എന്താ ഏതാന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല, എനിക്ക് സമയമില്ല. ഒന്നാമത് ചേട്ടാ ഹാപ്പി എന്നൊക്കെ, ചേച്ചി സുഖമല്ല, സുഖമായിരിക്കുന്ന മോളെ. വീട്ടിലെത്തി. ഒരു ഉപാധികളും ഇല്ലാതെയാണ് കേട്ടോ ജാമ്യം കൊടുത്തേക്കുന്നത്. ഒരു ഉപാധികളും വെക്കാതെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതും എന്താ പറയുക, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ പിന്നെ ലൈവ് വരുമ്പോൾ പറയാം. എല്ലാം ഓക്കെ ആയിരിക്കുന്നത്. അതിന് ജോൺസേട്ടനെ അറസ്റ്റ് ചെയ്യുമോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ജോൺസേട്ടനെ ജസ്റ്റ് അവരൊന്ന് കസ്റ്റഡിയിലെടുത്ത് കുറച്ച് സമയമായപ്പോഴേക്കും പിന്നെ പോലീസുകാർക്ക് പരിധിയുണ്ട്. ഓക്കെ, അവർക്കാണെങ്കിൽ നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു, അവർക്ക് ആ സമയമില്ലായിരുന്നു, ഇതെന്താന്ന് പഠിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. അത്രയ്ക്കും എന്താ പറയുക, പല ഡ്രാമാറ്റിക് ആയിട്ടുള്ള പ്രഷർ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കോടതിക്ക് എന്തായാലും സത്യം മനസ്സിലായിട്ടുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഞാൻ സങ്കടപ്പെട്ടു പോയായിരുന്നു ജോൺസേട്ടാ ഇല്ലാഞ്ഞിട്ട്. സേഫായിട്ടിരിക്കുന്നു മോളെ. അതൊക്കെ പോട്ടെ. കപ്പ ബിരിയാണി ഉണ്ട് കേട്ടോ. കപ്പ ബിരിയാണിയൊക്കെ തരും. ചേട്ടനും ചേച്ചി ഹാപ്പി അല്ലേ? പിന്നല്ലേ. വാട്ട് ഹാപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക, ഒക്കെ പിന്നെ പറയാം കേട്ടോ. 44 ലക്ഷത്തിൻ്റെ കഥയൊക്കെ എല്ലാവരും കിട്ടില്ലേ? 44 ലക്ഷം രൂപ ഏത് അക്കൗണ്ടിൽ പോയി, അതിനകത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ടോ? അതെല്ലാം ഇപ്പം കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നടക്കട്ടെ കേട്ടോ. പിന്നെ ഇതൊന്നുമായിട്ട് നമുക്ക് ബന്ധമില്ലാന്ന് തെളിയുന്നൊരു സമയം വരും. ഈ 44 ലക്ഷം രൂപ നമ്മൾ തട്ടിയെടുത്തിട്ട് ഉണ്ട് എന്ന് കോടതി വിശ്വസിക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജോൺസേട്ടാ ഇവിടെ ഇരിക്കില്ല. അല്ലേ ജോൺസേട്ടാ? നല്ല വിഷമുണ്ട്, അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കള്ളത്തരായി പോകും. കാരണം നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും. പിന്നെന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി. നമ്മളിത് നിസ്സാരമായിട്ട് എടുത്തത്, നമ്മളിതിൽ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് നിസ്സാരമായിട്ട് എടുത്തത്. നമ്മളങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തേനെ. പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടമായി. എനിക്കും ഭയങ്കര സങ്കടമായി. എല്ലാം റെഡിയാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒന്ന് മെസ്സേജ് നോക്കാലോ. എൻ്റെ മൊബൈലിൽ ബാറ്ററി 1%. മോളും അമ്മയും ഓക്കെയാണോ? എല്ലാവർക്കും സങ്കടമുണ്ട് കേട്ടോ, നല്ല സങ്കടമുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഇതൊന്നും എന്താ പറയുക, അങ്ങനെയല്ല. ഞാൻ എല്ലാത്തിനും ഭയങ്കരമായിട്ടും ഇതിൽ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഒത്തിരി സ്റ്റുഡൻറ്റ്, എന്നെ വിശ്വസിച്ച് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പോകാനിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ചേച്ചിയുടെ കണ്ണു കലങ്ങിയിരിക്കുന്നു. ഇനി സങ്കടപ്പെടില്ല. ഒരുപാട് ഹാപ്പിയായി ഇന്ന് ജോൺസേട്ടനെ കണ്ടപ്പോൾ. അഡ്വക്കേറ്റ് ചിരിയ, ബിലീവ് ഇൻ കർമ്മ. യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം, ജോൺസേട്ടൻ എന്താണ് വർക്ക് വിസ, എന്താണ് സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള വ്യത്യാസം പോലും ജോൺസേട്ടയ്ക്ക് അറിയില്ല. ജോൺസേട്ടയ്ക്ക് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇത് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ഫീസ് അടച്ചിട്ടാണ് പോകുന്നത്. ഒരു പൈസ പോലും നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. യൂണിവേഴ്സിറ്റി തരുന്ന കമ്മീഷൻ മാത്രമേ നമ്മളിലേക്ക് വരുന്നുള്ളൂ. ആളുകൾക്ക് സ്റ്റോറി ഇടാൻ ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല, ഒന്നുമില്ല, എന്താണ് കഥ എന്ന് പോലും അറിയില്ല. അത് എന്താ പറയുക, ഇതൊരു മാഫിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താങ്ക് യു. എല്ലാവർക്കും വളരെ നന്ദി. അതിനിടയ്ക്ക് നമുക്ക് പോലും വിചാരിക്കാത്തൊരു കമൻറ്റ് വന്നു. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ് ജോൺസേട്ടനൊക്കെ. എനിക്ക് സത്യം പറഞ്ഞിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ ഇതിനൊക്കെ. ഓക്കെ, എന്തായാലും ജോൺസേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്നവരോടൊക്കെ നമുക്ക് എന്താ പറയുക, ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് വെറീഡ് ആയിട്ടുണ്ട് ഞങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും സത്യം തെളിയിക്കപ്പെടും. പോലീസുകാരാണെങ്കിലും ആരാണെങ്കിലും എന്താണ് തെളിയിക്കാൻ വേണ്ടി സെറ്റ് നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ കാര്യത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. നമ്മളൊന്നും നമ്മുടെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത്
100% ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിരുന്നു. അതുപോലെ തന്നെ കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ജോൺ ചേട്ടൻ നിൽക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ വിശ്വസിച്ച സ്റ്റുഡൻസിനോട് ഒത്തിരി പാരൻസ് എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് എന്നെക്കുട്ടി പറ്റിയത്. പോയ സ്റ്റുഡൻസിൻ്റെ പാരൻസ് മെസ്സേജ് അയച്ചു എന്താ എന്നെക്കുട്ടി പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും എന്നെ വിശ്വസിച്ചതിന് കൂടുന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരും. പിന്നെ എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഓരോ ദിവസമായിട്ട് ഇനി പുറത്തേക്ക് വരും കേട്ടോ. എന്താ പറയുക, സത്യം ഒരിക്കലും നമുക്ക് മൂടിയേക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ പിടിച്ച മേഖലയാണ്, ആർത്തി പിടിച്ച മേഖലയാണ്. ഞാനിതൊരു സർവീസ് പോലെയാണ് ചെയ്യുന്നത്. എൻ്റെ മോളെ ഞാൻ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ വിടുന്ന ഓരോ സ്റ്റുഡൻസിനെ. അങ്ങനെയല്ലാന്ന് ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ രാത്രിയൊന്നും ഉറങ്ങാറില്ല. നമ്മുടെ പിള്ളേർ പോകുന്ന സമയത്ത് അവരുടെ പാർട്ട് ടൈം ജോബ് എല്ലായിട്ടും ഞാൻ ഉറങ്ങാറ് പോലുമില്ല. അപ്പോൾ ഇതിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഒത്തിരി പേര് എന്നെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വിളിച്ചിട്ട് UK തന്നെയുള്ള 2 വ്യക്തികൾ എന്നെ അവരുടെ ബിസിനസ്സിന് ടൈപ്പ് വിളിച്ചതാണ്. ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ അവർ എനിക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതാണോ ദൈവമേ ലോകം എന്ന് ചിന്തിച്ചു പോയി. എനിവേ എന്താ പറയുക, ആവാം. പക്ഷേ എന്താണ്, നമുക്ക് മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു നീതിപൂർവ്വമായിട്ട് ചിന്തിച്ചൂടെ? ഞാനൊരു ഫാമിലി വുമൺ അല്ലേ, എന്തൊക്കെ കമൻറ്റുകളാണ് നിങ്ങൾ ഇടുന്നത്? പിന്നെ മറ്റുള്ളവരുടെ വളർച്ചയിൽ ഇത്രയേറെ അസൂയുള്ള ആളുകളെ ഞാൻ കാണുന്നത് ഇന്നും ഇന്നലെയായിട്ട് വന്ന വീഡിയോയ്ക്കടിയിലെ കമൻറ്റാണ് കേട്ടോ. എന്നെ അറിയ പോലും ചെയ്യാത്ത ആളുകൾ എന്തൊക്കെ ടൈപ്പ് കമൻറ്റാണ് ഇടുന്നത്, എന്തൊക്കെ ടൈപ്പ് കമൻറ്റാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണ് ചീത്ത. അത് തന്നെയാണ് എനിക്ക് എന്നോടും പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ജോൺ സാറേ. ഇരുന്നുറങ്ങിട്ടോ. ഗുഡ് നൈറ്റ്, നാളെ കാണാം.